അസ്സലാമലൈക്കും. അങ്ങനെ ഞാൻ നാട്ടിലെത്തി. നാട്ടിലിറങ്ങിയത് വരുന്നത് ഞാൻ ഫോട്ടോ വീഡിയോ എടുത്തിന്. ഇറങ്ങുന്നതൊന്നും വീഡിയോ എടുത്തില്ല. ഒരുപാട് സമയമായി ലഗേജെല്ലാം എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിതാ എൻ്റെ വീട്ടിലാണ്. പിന്നെ സുഖമായിട്ട് യാത്രയെല്ലാം സുഖമായിരുന്നു. സുഖമായിട്ട് ഇവിടെ എത്തി. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഞാനിങ്ങനെ ഇതാണ് ചെറുങ്ങനൊരു മഞ്ഞുണ്ട് കേട്ടോ. ചെറുങ്ങനൊരു മഞ്ഞുണ്ട്. ഇതാണ് എൻ്റെ വീടിൻ്റെ മുന്നിൽ വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു ഇന്നലെ വരുമ്പോൾ. ഒരുപാട് സമയമായി. ഞങ്ങൾ പിന്നെ ഹോട്ടലിൽ കയറി ഒരുപാട് സമയം നിന്ന് കേട്ടോ. മഴയല്ല പ്രശ്നം, ഭയങ്കര ഇടിയും മിന്നുമായിരുന്നു. പിന്നെ രാത്രിയെല്ലാം മഴ തന്നെയാണ് ഇവിടെ. അപ്പോൾ സുഖമാണ്. ഇപ്പം എല്ലാവരും ദുആ ചെയ്യണം. ഇനി ഒരേ വീഡിയോ എല്ലാം ഇടണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒരേ വീഡിയോ എല്ലാം ഇടണ്ട്. അപ്പോൾ ഇന്ന് തന്നെ അതാ രാവിലെ ഇപ്പോൾ 7 മണിയായിട്ടുള്ളൂ. ആശുപത്രിയിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇനി നാട്ടിലെ വിശേഷങ്ങൾ ഫുള്ള് ആശുപത്രിയും കാര്യങ്ങളും എല്ലാം ആയിരിക്കും. അപ്പോൾ ഇന്നലെ ഞാനിവിടെ ഒരു 6:30 അതിനിവിടെ വൈകിട്ട് എത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ എത്തുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ മഴ ആയിട്ട് കുറച്ച് നേരം കയറി നിന്നു കേട്ടോ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവിടുന്ന് പിന്നെ കുറേ നേരമായി വരുമ്പോൾ അവിടെ തന്നെ ഇരുന്നൊന്നു മഴ പോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം എങ്ങനെയുണ്ട് നമ്മളെ വയനാട്? അപ്പം ഇനി ഒരു മാസം ഏതാന്ന് പറയുമ്പോൾ പോകും. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത മാസം തന്നെ റിട്ടേൺ പോകും. ഞാൻ ഉമ്മാനൊന്ന് ഡോക്ടറെ കാണിക്കണം. അങ്ങനത്തെ കുറച്ച് കേസ് കെട്ടായിട്ട് വന്നതാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ രാവിലെ നല്ല സുഖം കേട്ടോ, നല്ല തണുപ്പാണ്. പക്ഷെ രാത്രി നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ രാത്രി ആകുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞുതരാം. ഈ വീട് നമ്മളെ പോലീസുകാരെ ഇതാണ് കേട്ടോ, ക്വാർട്ടേഴ്സാണ്. ഇത് കണ്ട, ഇത് പോലീസ് സ്റ്റേഷൻ്റെ ക്വാർട്ടേഴ്സ് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. പിന്നെ ഈ കുന്നെല്ലാം തേയിലത്തോട്ടമാണ്. ഇപ്പം എൻ്റെ നേരെ മുന്നേ വയലാണിത്. ഇവിടെ പശുക്കളയും ഇതെല്ലാം കിട്ടും. പിന്നെ അത് തേയിലത്തോട്ടമാണ്. ഞാൻ ഒരുപാട് വർഷം ജോലി ചെയ്ത തേയിലത്തോട്ടം കണ്ടോ. ഏക്കർ കണക്കിന് തേയിലത്തോട്ടം, വലിയ കമ്പനീൻ്റെയാണ്.